സിനിമ സിനിമയെ സ്വീകരിക്കുന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കൊരു മുൻവിധിയുണ്ടെന്നും അത് നല്ല ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് കാരണമാകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പ്രേക്ഷകർക്ക് കുഴപ്പം ഉണ്ടെന്ന് ആഷിക്കിന് തോന്നുന്നുണ്ടോ? പ്രേക്ഷകരുടെ മുൻവിധി നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് ഞാൻ. ഈ മുൻവിധി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു സിനിമയുടെ ടൈറ്റിൽ, ഒരു സിനിമയുടെ പോസ്റ്റർ, ഒരു സിനിമയുടെ സ്റ്റാർ കാസ്റ്റ്, ഈ 3 ഘടകങ്ങളാണ് ഈ മുൻവിധി ഉണ്ടാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഫിലിം മേക്കറെയോ എഴുത്തുകാരനെയോ നായകൻ്റെയോ മുൻകാല സിനിമകൾ, ഇത്തരം ഘടകങ്ങളുണ്ടെങ്കിലേ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻവിധി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ പ്രായോഗികമായിട്ട്. അതുണ്ടാവുന്നുണ്ട്. ചില സിനിമകൾ ആൾക്കാർ തീരുമാനിക്കുക ഈ സിനിമ കാണണ്ടെന്ന്. അത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ സിനിമയാണെങ്കിലും ആ സിനിമ റിലീസ് ചെയ്താൽ അറിയാൻ പറ്റും, ഒരാൾ ആദ്യത്തെ ദിവസം ഉണ്ടാവില്ല. പക്ഷേ ചില സിനിമകൾ ആൾക്കാർ നേരെ മറിച്ച് ചിന്തിക്കും, ഈ സിനിമ കാണണം എന്ന് തീരുമാനിക്കും. അപ്പം ഈ സിനിമ കാണണം എന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾ എടുക്കുകയും അവർ ഒരു മുൻവിധിയോടുകൂടി തന്നെ ആ സിനിമയെ സമീപിക്കുകയും ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് പറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത സിനിമകൾ, പ്രേക്ഷകനെ അഡ്രസ്സ് ചെയ്യാത്ത സിനിമകൾ നിൽക്കില്ല, അവർ തള്ളിക്കളയും. അത് ഒരു സംശയമില്ല. പ്രേക്ഷകന് ഒരു കുഴപ്പമില്ല, അവർ നല്ല സിനിമ. അതുകൊണ്ടാണ് സോൾട്ട് ആൻഡ് പെപ്പറും ട്രാഫിക്കും ചാപ്പാക്കുരിശ് ഓടുന്നത് ഇല്ലേ? ഏത് നല്ല സിനിമയാണ് ഇവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്? ഏത് നല്ല സിനിമയാണ് ജനങ്ങൾ സ്വീകരിക്കാതിരുന്നിട്ടുള്ളത്? എന്നൊക്കെ നല്ല സിനിമകൾ വന്നിട്ടുണ്ടോ? അത് ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഷോക്കടിച്ച് അവസാനം എന്ത് കണ്ടാലും പേടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ ജനങ്ങൾ ഇന്ന് 4 പേര് വിശ്വസിക്കാവുന്ന ആൾക്കാരെ പറഞ്ഞാലേ സിനിമയ്ക്ക് പോവുള്ളൂ. അത് ഉണ്ടാക്കി വെച്ചത് നമ്മൾ തന്നെയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഈ ഇൻഡസ്ട്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ആദ്യത്തെ ദിവസം സിനിമയ്ക്ക് പോവില്ല, അതിനെപ്പറ്റി അറിഞ്ഞ് കേട്ട് 4 പേര് അഭിപ്രായം പറഞ്ഞിട്ട് പോകുള്ളൂ ഉണ്ടാക്കി വെച്ചത് ഇവിടുത്തെ സിനിമാക്കാരാണ്. മോശം സിനിമകൾ ഒരു നിർലോഭം കൊടുത്ത് ജനത്തിന് ബുദ്ധിമുട്ടിച്ചത് നമ്മളൊക്കെ തന്നെയാണ്. ജനങ്ങളെ തിയേറ്ററിലിരുത്തി പീഡിപ്പിച്ചതും നമ്മൾ തന്നെ, ഞങ്ങളടക്കമുള്ള ഇവിടുത്തെ സിനിമാ പ്രവർത്തകർ തന്നെ ചെയ്തതാണ്. അത് മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അല്ലാതെ നമ്മൾ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സിനിമ മോശമാണെങ്കിൽ ജനം വരില്ല, ഉറപ്പാണത്. കാരണം എന്തിന് സിനിമ ഇവിടെ ഉണ്ടാക്കി നമ്മൾ ജനങ്ങൾ കണ്ടിരിക്കണമെന്ന് നിയമമില്ല ഇവിടെ. ഒരു 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 റൂളേ അല്ല അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജീവിത പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി അവൻ്റെ ഒഴിവ് സമയത്ത് തിയേറ്ററിൽ പോയി പണം മുടക്കി ഭാര്യേനെയും കുട്ടീനെയും കൊണ്ട് അവനെ പെട്രോൾ അടിച്ച് കഴിക്കാൻ പോപ്കോണും വാങ്ങിക്കൊടുത്ത് 10,000 രൂപയാണിന്ന് ഒരു ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകാനുള്ള ചിലവ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു ഫാമിലി ഇന്ന് സിനിമ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ എത്ര പൈസ കാലിയാവും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അവനെ കുറ്റം പറയണം. എന്നിട്ട് അവൻ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ AC ഓഫ് ചെയ്യുന്ന തിയേറ്ററിൽ പോയിരുന്നിട്ട് ചൂട് കൊണ്ട് മൂട്ടകടിയും കൊണ്ട് കാലിനിടെ കൂടെ എലിയും പോയിട്ട് മൂത്രപ്പുരയിൽ കയറാൻ പറ്റാത്ത രീതിയിൽ സിനിമ കാണുന്ന ജനത്തിന് നമ്മൾ ആരാണ് ഇവിടെ കുറ്റം പറയുന്നത്? ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇത്രയും പീഡനങ്ങൾ സഹിച്ച് ഇവിടെ തിയേറ്ററിൽ ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നമിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ വരാത്തതിൻ്റെ വേറൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ സ്വസ്ഥമായിട്ട് സിനിമ കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അഭിപ്രായമുണ്ട്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ തിയേറ്ററുകൾ ഒരുക്കി കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ളൊരു ആഷിക്കിൻ്റെ അഭിപ്രായം എന്താണ്? അതൊരു സത്യം കൂടിയല്ലേ ശരിക്കും? ഒന്ന്, ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഞാൻ ഈ കഴിഞ്ഞിടക്ക് സോൾട്ട് ആൻഡ് പെപ്പർ 40-ാം ദിവസം കളിക്കുന്ന ഒരു തിയേറ്റർ, എരമല്ലൂർ സാനിയ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ നടൻ എഴുപുന്ന ബൈജുവിൻ്റെ ഫാദർ നടത്തുന്ന ഒരു തിയേറ്റർ. അവിടെ ആയിരുന്നു നമ്മുടെ അവർ ആഘോഷിച്ച ഒരു ചടങ്ങിന് ഞങ്ങൾ പങ്കെടുത്തു. അത്ഭുതപ്പെടുത്തി. നമ്മുടെ എറണാകുളത്തുള്ള മൾട്ടിപ്ലക്സുകളെ വെല്ലുന്ന ഒരു തിയേറ്ററാണ് അവിടെ ബൈജു ഉണ്ടാക്കിയിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, സുഖകരമായിട്ട് പോയി സിനിമ കണ്ട് ഒരു ഫാമിലിയായിട്ട് നല്ല അറ്റ്മോസ്ഫിയറും നല്ല ആംബിയൻസും ഒക്കെ ഉള്ള ഒരു തിയേറ്റർ. ഞാൻ കിടുങ്ങിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്തുള്ള തിയേറ്ററുകൾ പലതും മെയിൻറ്റെയിൻ ചെയ്യാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ എവിടെയാണ് ഒരു ഫിലിം മേക്കറോ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറോ വെക്കുന്ന സൗണ്ട് ഡിസൈൻ ഇവിടുത്തെ തിയേറ്ററുകളിലുള്ളത്? എവിടെയാണ് നല്ലൊരു പ്രൊജക്ഷൻ ഉള്ളത്? കാശാര കൊടുക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളാണ്.
അതിനുള്ള ഒരു സർവീസ് ഇവിടെ കൊടുക്കുന്നില്ല. ഇവിടെ 70 രൂപയും 100 രൂപയും കൊടുത്ത് തിയേറ്ററിൽ കയറുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു സിനിമ കളിക്കും, അതെങ്ങനെയെങ്കിലും കളിക്കും, നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോകുന്നുള്ള ആ ഒരു രീതി മാറണം. അതിന് നിയമനിർമ്മാണം. ഇവിടെ കൺസ്യൂമർ കോർട്ടുണ്ട്. ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ സിനിമയുടെ പേര് പറയണില്ല, ആ സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ ഒരാൾ പറയുന്ന കേട്ടോ, ഇതിന് കൺസ്യൂമർ കോർട്ടിൽ പോകണം. ഒന്ന്, സിനിമ അയാളെ ഉപദ്രവിച്ചതിന്, സിനിമ അയാളെ കടിച്ചതിന്. 2, ആ തിയേറ്ററിൻ്റെ പ്രശ്നങ്ങളും. നമ്മൾ കൊടുക്കുന്ന പണമാണ് അല്ലേ, നമ്മൾ 70 രൂപയാണ് കൊടുക്കുന്നത്, നമ്മുടെ സമയം ചിലവാക്കിയിട്ടാണ് പോയിരിക്കുന്നത് തിയേറ്ററിൽ. അപ്പോൾ സിനിമ മോശമാവുന്നത് അത് അവരുടെ താല്പര്യം, നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാവുന്ന ഇത്. സിനിമ തിയേറ്ററുകളിൽ ഉള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ്, അതിൻ്റെ മിനിമം സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? അതിവിടെ സർക്കാരുകൾ ശ്രദ്ധിക്കണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, കോർപ്പറേഷനും പഞ്ചായത്തുകൾക്കും ഒക്കെ ഇവിടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. സിനിമയ്ക്ക് ടാക്സ് ഉണ്ട്. 2 രൂപ 3 രൂപ വീതം 2% എന്തോ ഇതിന് സർവീസ് ചാർജസ് എന്നും പറഞ്ഞിട്ട് അത് വാങ്ങുന്നുണ്ട് ഒരു ടിക്കറ്റിൽ. എവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്? ഇപ്പം ആസ് എ ഫിലിം മേക്കർ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു സിനിമയുടെ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോട്ടാണെങ്കിലും ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു 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 ഡിജിറ്റൽ ഫോർമാറ്റ് പ്രൊജക്ഷൻ 25 ഫ്രെയിം റേറ്റിലാണ് ഓടുന്നത്. സിനിമ നിർവചിക്കപ്പെട്ടിട്ടുള്ള 24 ഫ്രെയിംസിലാണ്. ഇതിവിടെ 25 ഫ്രെയിംസിലാണ് ഒരു ഡിജിറ്റൽ പ്രൊജക്ഷൻ സംവിധാനമുള്ള ഒരു കമ്പനി സിനിമ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 മണിക്കൂറുള്ള ഒരു സിനിമ കൊണ്ടുപോയി അവിടെ കളിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് സിനിമ തീരും. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ഫിലിമിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 4Kയുടെ മുകളിലോട്ട് ഫോട്ടോ കെമിസ്ട്രി പ്രകാരം വരുന്ന റെസൊല്യൂഷൻ ഇവിടെ TV കാണുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളാണ് തിയേറ്ററുകളിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ ഡാഡി കൂളിന് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തിയേറ്ററിൽ അതിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ കിടുങ്ങിപ്പോയി. നമ്മൾ ചോദിക്കുമ്പോൾ സിനിമ ഇവിടെ ഇങ്ങനെയാണ് സിനിമ കളിക്കുന്നത്. ഇപ്പം സോൾട്ട് ആൻഡ് പേപ്പർ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമേ വന്നിട്ടില്ല. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറേ അതിനകത്തില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ആരെ കുറ്റം പറയാനാ? പ്രേക്ഷകരും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും സൂപ്പർ സ്റ്റാറുകൾക്ക് നേരെയാണ്. പറയുന്ന കാരണം അവരുടെ എക്സ്പീരിയൻസും അതുപോലെ കഴിവും ഒക്കെ വെച്ചിട്ട് നല്ല കഥാപാത്രങ്ങളെ ചെയ്യാമായിരുന്നു. ആരാധകർ തന്നെ പറയുന്നത് ഒരു മെക്കാനിക്കലായിട്ട് സൂപ്പർ സ്റ്റാറുകൾ മാറിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അവർ വളർത്തിയെടുത്ത സിനിമയെ അവരുടെ തന്നെ നില മനസ്സിലാക്കാതെ അവർ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നു എന്നൊക്കെയാണ്. ആഷിഖിൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയായിരുന്നു. രണ്ടാമത്തെ സോൾട്ട് ആൻഡ് പേപ്പറിൽ പുതിയ തലമുറയിൽപ്പെട്ടവർ ആയിരുന്നു അഭിനയിച്ചത്. ഈ ഒരു വിമർശനങ്ങളോടൊക്കെയുള്ള ആഷിഖിൻ്റെ നിലപാട് എന്താണ്? ഇത് ഒരിക്കലും എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അല്ല സിനിമ. അങ്ങനെ അവർ പോലും അത് കാണുന്നില്ല. ഒരിക്കലും ഒരു മമ്മൂട്ടിപ്പടമാണെന്നുള്ള ഒരു പറച്ചിലുകൾ ഉണ്ടെങ്കിലും മമ്മൂക്ക ഒരിക്കലും അത് എൻ്റെ സിനിമയാണെന്നല്ല കാണുന്നത്. മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അവരാരാണെങ്കിൽ പോലും അത് ഒരു ടീമിൻ്റെ സിനിമയാണ്. അതിനകത്ത് അവർ അഭിനയിക്കുകയാണ്. അവരൊരു ടൂള് മാത്രമാണ്. മനസ്സിലായി? ബാക്കി പണി ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പം നമ്മൾ സൂപ്പർ സ്റ്റാർസിനെ കുറ്റം പറയുന്നത് ഇവിടെ പല ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോണത് അവർ ആക്ടേഴ്സ് മാത്രമാണ്. അവരുടെ സ്റ്റാർഡം ഉപയോഗിച്ച്, അവരിലെ നല്ല നടന്മാരെ ഉപയോഗിച്ച് മികച്ച സിനിമ ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സാണ്. സിനിമകൾ മോശമാവുമ്പോഴാണല്ലോ ഈ താരങ്ങൾ കുറ്റക്കാരാവുന്നത്. ഈ നല്ല സിനിമകൾ ഓടിയതുകൊണ്ടാണല്ലോ ഇവരെല്ലാം സൂപ്പർ സ്റ്റാറുകളായതും. അപ്പോൾ സിനിമ നന്നായാൽ മാത്രമേ കാര്യമുള്ളൂ. അത് അവരുടെ ജോലിയല്ല. നമ്മൾ സൂപ്പർ സ്റ്റാറിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ആലോചിക്കേണ്ടത് ഇവരെല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആയത് നല്ല ഫിലിം മേക്കേഴ്സ് നല്ല സിനിമകൾ ഉണ്ടാക്കിയ സമയത്താണ്. അതിൽ ഇവർ നന്നായി പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ആയതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ. അത് ജനങ്ങൾ ഉണ്ടാക്കിയതാണ് ഇവിടെ. അല്ലാതെ ഒരാളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ബോർഡ് വെച്ചതല്ല സൂപ്പർ സ്റ്റാർസ് എന്നുള്ളത്. അല്ലെങ്കിൽ സ്വയം ഉയർത്തി കാണിക്കേണ്ട ഒരു സാധനമല്ല ഞാൻ സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളത്. അത് ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്തതാണ്. സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞ 2 മഹാനടന്മാരെ അല്ലെങ്കിൽ 3 or 4 ആളുകൾ എത്രയാണെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാറുകളുടെ എണ്ണം. പക്ഷേ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ,
പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുന്ന ഇവരാണ്. സിനിമകൾ ഉണ്ടാവേണ്ടത് ഇവരിൽ നിന്നാണ്. ഈ ഉണ്ടാക്കുന്ന സിനിമ ഇവരേത് നല്ല സിനിമയോടാണ് മുഖം തിരിച്ചിട്ടുള്ളത്? ഒരു സൂപ്പർ സ്റ്റാറും ഇവിടെ നല്ല സിനിമകളിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ആഗ്രഹമാണ്. ഇപ്പം മമ്മൂക്കടുത്ത് 100 പേര് ഒരു കഥ പറയാൻ ചെന്നാലും മമ്മൂക്ക കേൾക്കും അല്ലേ? നല്ല സിനിമയാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ. ഇപ്പം ഞാൻ ചെന്നിട്ട് അടിക്കുള് എന്ന് പറയുന്ന ഒരു സാധനം ഒന്നുമില്ല അതിനകത്ത്, പറയുമ്പോഴും ക്രിക്കറ്റ് അതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്നില്ലേ? പുതിയ എത്രയോ ഡയറക്ടേഴ്സിന്റെ സിനിമകളോട് അനുഭവം കാണിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി അല്ലേ? ഒരുപാട് പുതിയ സംവിധായകർക്ക്, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഒരു അവസരം തന്നു പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഞാൻ മമ്മൂക്കയുടെ സമയം തരാം, ആസ് എ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കാം. അതല്ലേ അവർ ചെയ്യുന്നേ? അവരുടെ സ്റ്റാർഡം നമുക്ക് തരികയാണ്. ഓക്കെ, നിങ്ങൾ എന്നെ വെച്ച് സിനിമ ചെയ്യൂ, നല്ല സിനിമ ഉണ്ടാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള സംഭവമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പുതിയ ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഉള്ള ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഇവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ ആവശ്യമാണ്. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്കയെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുപോവാ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് കൺവിൻസ് ചെയ്യേണ്ട ജോലി നമ്മുടെയാണ്. മമ്മൂക്കയാണെങ്കിൽ അലനാണെങ്കിലും അവരുടെ നമ്മളുടെ ഐഡിയോളജീസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതല്ല മമ്മൂക്ക ഇതാണ് എന്ന് പറഞ്ഞ് മമ്മൂക്കാനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക്. അത് നമ്മൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടും പറയും, അതും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് നിന്നാൽ നല്ല സിനിമകളുണ്ടാവും. ഉറപ്പായിട്ടും എന്താ പറയുന്നത്, നല്ല സിനിമ ഉണ്ടായാൽ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും ഓടുന്ന വിജയിക്കുന്ന ഗംഭീര സിനിമകളെന്നല്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം. നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിഫലം 1-1.5 കോടിയാണ് എന്നാണ് പറയുന്നത്. ഒരു സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് 2.5 കോടിയോ 3 കോടിയോ ആണ്. ഒരു സൂപ്പർ സ്റ്റാറുടെ പ്രതിഫലം മാറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന അവർക്ക് കൊടുക്കുന്ന അതേ പകുതി തുക വെച്ചിട്ടാണ് ഒരു സിനിമ മുഴുവനും തീർക്കേണ്ടത്. സ്റ്റാറുകൾ മമ്മൂട്ടിയും മോഹൻലാലും വിചാരിച്ചിരുന്നെങ്കിൽ പ്രതിഫലം ഒരുപക്ഷെ കുറച്ചിരുന്നെങ്കിൽ ഒരു ചിത്രം പരാജയപ്പെട്ടാലും ഒരു പ്രൊഡ്യൂസറുടെ ജീവിതം അവസാനമായി കിട്ടാതെ വീഴ്ചയുടെ ആഘാതം കുറഞ്ഞു കിട്ടുമായിരുന്നു എന്നൊക്കെ ഒരു അഭിപ്രായങ്ങളുണ്ട്. പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത് പ്രധാനമായിട്ടും കേൾക്കുന്നത്. ഇത് പ്രേക്ഷകരുടെ മാത്രം അഭിപ്രായമൊന്നുമല്ലല്ലോ. എന്താണ് ആഷിഖിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഈ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയും ചെയ്ത ആൾ, ഇപ്പോൾ വലിയ സ്റ്റാറുകളില്ലാണ്ട് എങ്കിൽ ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്താണ്. രണ്ടും 2 ലെവലിൽ നിൽക്കുന്ന സിനിമകൾ. ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെ പൈസയാണ് അത്. ഈ 1 കോടി രൂപ അവരുടെ റെമ്യൂണറേഷനായി പോകുന്നു, ബാക്കി 2.5 കോടി വെച്ച് സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യം നിൽക്കുമ്പോൾ തന്നെ ഈ സിനിമ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയാണെങ്കിൽ കിട്ടുന്ന സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ വ്യത്യാസങ്ങളും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിൻ്റെ വ്യത്യാസങ്ങളും ഈ റൈറ്റ്സ് എല്ലാം കൂടെ കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് ബാലൻസ്ഡ് ആവുന്നുണ്ട്. സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ എന്തിനാണ് ഈ പറയുന്ന കാശുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് നടക്കുന്നത്? എൻ്റെ അനുഭവത്തിൽ എൻ്റെ ആദ്യ സിനിമ ചെയ്ത പ്രൊഡ്യൂസർ 2-3 സിനിമകൾ ചെയ്ത് പരാജയപ്പെട്ട് നിന്ന അവസ്ഥയിൽ, എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്ത പ്രൊഡ്യൂസർ പരാജയപ്പെട്ട് നിന്ന അവസ്ഥയിലാണ് മമ്മൂക്ക അദ്ദേഹത്തിനോട് പറയുന്നത് ഈ സിനിമ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. വളരെ ചെറിയൊരു തുക. ഈ പറയുന്ന കോടികളൊക്കെ കൊടുക്കുന്ന പ്രൊഡ്യൂസർമാർ വളരെ ചുരുക്കമാണ്. ഇവർക്ക് പറച്ചില്ലേ ഉള്ളൂ. ഇത് അവസാനം വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല മുഴുവൻ പൈസയും ഇവർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന്. അവസാനം എന്തെങ്കിലുമൊക്കെ കരഞ്ഞ് കൈയും കാലം പിടിച്ച് വളരെ ചുരുക്കം സമയത്ത് ഇത് കിട്ടും. നമ്മൾ ഈ വലിയ ആളുകളെയാണ് നമ്മൾ കുറ്റം പറയാൻ എളുപ്പം. ഇത് സ്വന്തം കുഴപ്പങ്ങൾ ചാരി വെക്കാനുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തിനാണ് ആരെങ്കിലും പറഞ്ഞത് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് നിങ്ങൾ പടം ചെയ്യുന്നത്? ഇവർ പുറകെ പോകുന്ന സാറ്റലൈറ്റ് പൈസക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ TV ചാനലുകൾ വാങ്ങുന്നുണ്ട്. മമ്മൂട്ടി പടമാണെങ്കിൽ ഇത്ര കോടി രൂപ ഇല്ലേ? അപ്പോൾ ആ സാറ്റലൈറ്റ് എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഇവർ പൈസ കൂട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം സംഭവിക്കണില്ല. ഇവിടെ മൾട്ടി സൂപ്പർ സ്റ്റാർ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്.
മൾട്ടി സ്റ്റാർ സിനിമകൾ. ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാറ്റലൈറ്റ് എമൗണ്ട് കൂടുതൽ കിട്ടുക, ടി വിക്കാരുടെ നിന്ന് പൈസ കൂടുതൽ കിട്ടുക, വീഡിയോ റൈറ്റ്സിൽ കാശ് കൂടുതൽ കിട്ടുക എന്നൊക്കെയുള്ള കച്ചവട താല്പര്യം തന്നെയാണ്. ഇത് ബിസിനസ്സായിട്ട് അല്ലേ കാണുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര പൈസ കൊടുക്കണം. അതുകൊണ്ട് ആ സൂപ്പർ സ്റ്റാർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പൈസ ഇവർക്ക് ഇത്രയും കൂടുതൽ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ടാലിയായി പോകുന്നുണ്ട്. അതുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളാണ് എന്ന് പറയുന്നവന്മാർ കള്ളന്മാരാണ്. സത്യമായിട്ട് അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ചുരുക്കം ചില ആളുകൾ സത്യം മനസ്സിലാക്കുന്നുണ്ട്. വളരെ ചുരുക്കം ചില ആളുകൾ. ഇപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാറുകളുടെ മേളിൽ കുതിര കയറി അവർ, ഞാൻ പറഞ്ഞില്ല, അവർ നല്ല ഇന്ത്യ ബഹുമാനിക്കുന്ന ആക്ടേഴ്സാണ്. അവരെ ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. നമ്മളത് ചെയ്യാതെ അവർ വന്ന് അഭിനയിക്കുന്ന സിനിമകൾ പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ എന്താണ് യുക്തിയുള്ളത്? അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളാരും വീട്ടിൽ വന്നിട്ട് പറയാൻ എന്നെ വെച്ചൊരു പടം ചെയ്യും പ്ലീസ്, എൻ്റെ അടുത്ത് ഇതാരും എന്ന് പറയും. എല്ലാവരും അങ്ങോട്ട് ചെല്ലുകയാണ്. മമ്മൂക്കാടൻ ലാലേട്ടൻ്റെ ഡേറ്റിന് വേണ്ടി എല്ലാവരും അങ്ങോട്ട് ലൊക്കേഷനിൽ പോയി പെറ്റി കിടക്കുകയാണ്, എല്ലാവരും പ്രൊഡ്യൂസർമാരടക്കം. എന്നിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ നല്ലതുണ്ടാക്കി അവരെ വെച്ച് അവരെ ഉപയോഗിക്കുക, അവരുടെ സ്റ്റാർഡം, അവരുടെ അക്സെപ്റ്റൻസ്, അവരുടെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറുടെയും ഡിസ്ട്രിബ്യൂട്ടറുടെയൊക്കെ ചുമതല. ആ ഡ്യൂട്ടി ആദ്യം ചെയ്യണം. നമ്മളാദ്യം പണിയെടുക്കണം, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയണം. ഇതത് ചെയ്യില്ല. ഇവിടെ പ്രോജക്റ്റുകൾ ഉണ്ടാവുന്നു. ആ പ്രോജക്റ്റ് എന്താന്ന് പോലും അറിയില്ല ഒരു പ്രൊഡ്യൂസർക്ക്. എന്താ നടക്കാൻ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു ധാരണകളും ഇല്ലാണ്ട് മൾട്ടി സ്റ്റാർ സിനിമകൾ വെറുതെ കുറേ പൈസ മുടക്കി ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ സൂപ്പർ സ്റ്റാറുകൾ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന കാര്യമാണ്, നമ്മൾക്ക് ഇവിടെയുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് നടന്മാരാണ്, ആക്ടേഴ്സാണ്. ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള നടന്മാരാണ്. അപ്പോൾ അവർ മോശക്കാരാണെന്ന് പറയുന്നതിനോട് അത് നമ്മളൊരു എസ്കേപ്പിസമാണ്. അതായത് ഈ സൂപ്പർ സ്റ്റാറുകളാണ് ഇവിടുത്തെ പ്രശ്നം. സൂപ്പർ സ്റ്റാർ സിനിമയ്ക്ക് ഇവിടെ അവരുടെ സ്വീകാര്യത ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ചെറിയ സിനിമകൾക്ക് സ്പേസ് ഉണ്ടാക്കണം. അത് നമ്മളെ പ്രൊഡ്യൂസർമാർ വിചാരിക്കണം, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാർ വിചാരിക്കണം, നമ്മുടെ തിയേറ്റേഴ്സ് വിചാരിക്കണം. ചെറിയ സിനിമകൾ ഇവിടെ ഓടിക്കാൻ ഇവരോടിക്കുമോ? ചെറിയ സിനിമകൾക്ക് എത്ര തിയേറ്റർ കൊടുക്കും ഇവർ? ചെറിയ സിനിമകൾക്ക് ഏത് ഡിസ്ട്രിബ്യൂട്ടർമാർ മുമ്പോട്ട് വരും? ഇവർക്ക് എല്ലാവർക്കും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപും ജയറാമും സുരേഷ് ഗോപിയും മതി. എല്ലാവർക്കും തന്നെ മതി. പക്ഷെ പറയുമ്പോൾ വേറെ രീതിയിൽ പറയും. ഇപ്പോൾ 1 കോടി രൂപ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണെന്ന് പറയുന്ന ഒരാൾ ഈ സിനിമയുടെ നിർമ്മാതാവായിരിക്കും അല്ലേ? അല്ലാത്തൊരാൾക്ക് ഇതിനെപ്പറ്റി, ഈ ശമ്പളത്തിനെ പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഇയാൾ എന്തുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്നു? അയാൾക്ക് കുറച്ചുകൂടെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നും ഒരു കാര്യമില്ല. കാരണം ഒരു മിനിമം ഗ്യാരണ്ടി കിട്ടും. ഇവിടെ ഒരു മമ്മൂട്ടി സിനിമ റിലീസ് ചെയ്താൽ ഇനീഷ്യലി ഇത്ര ആൾക്കാരുണ്ടാവും എന്നുള്ള ഒരു സംഗതി കൊണ്ടാണല്ലോ മമ്മൂട്ടിയുടെ പുറകിലോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പുറകിലോ പോകുന്നത്. അപ്പം ആ ഒരു ഗ്യാരണ്ടിയാണ്. അപ്പം അത് ഉപയോഗിക്കുക എന്നുള്ളത് ആ ഒരു പ്രൊഡ്യൂസറുടെ, ആ ഡയറക്ടറുടെയും ചുമതലയാണ്. നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, മിനിമം നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നല്ല സിനിമ ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ ഡേറ്റും വാങ്ങി വെച്ചാൽ ആ സിനിമ സക്സസ്ഫുള്ളായിട്ട് ഓടും. അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും കിട്ടും. അതിന് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളോയിങ് ഉണ്ടാവും. അല്ലാത്ത ഇയാളെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് സിനിമകൾ കാണും, ആ സിനിമ രക്ഷപ്പെടും. അല്ലാതെ അവരുടെ കുഴപ്പമൊന്നുമില്ല. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ആഷിഖിന് എന്തിനോടാണ് പ്രതിഷേധമുള്ളത്? എനിക്ക് പ്രതിഷേധമുള്ള ഇവിടുത്തെ മുൻവിധികളോടാണ്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന മുൻവിധികളും അന്ധവിശ്വാസങ്ങളോടും എനിക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. കാരണം അൺസയൻറ്റിഫിക്കാണ് കാര്യങ്ങൾ. അശാസ്ത്രീയമായിട്ടുള്ള മുൻവിധികളും അശാസ്ത്രീയമായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഇവിടെ. അതിനോട് ഞാൻ തീരെ ഇതൊന്നും ഫോളോ ചെയ്യാത്ത ആളാണ്. എന്നെ ഇത് ബാധിക്കുന്നേ ഇല്ല. ഞാൻ വേറൊരു വഴി കൂടെ സിനിമകളുമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അശാസ്ത്രീയമാണ്, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണത്. അതാദ്യം മാറണം. കാരണം ഒന്ന് തുറക്കണം. ഈ കുളത്തിൽ കിടന്നിട്ട് മുകളിലോട്ട് നോക്കുന്ന പോലെയല്ല, പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മാറി വരുന്നുണ്ട്. പതുക്കെ ഇതൊക്കെ മാറും. ഇതൊന്നും ഒരിക്കലും സ്ഥായിയായിട്ട് ഇവിടെ നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമില്ല. കാരണം അന്ധവിശ്വാസങ്ങൾ മാറണം. അതുപോലെ തന്നെ മുൻവിധികളെ
നമ്മൾ ഉപേക്ഷിക്കണം. മുൻവിധികളല്ല ഒരു സിനിമ സക്സസ്ഫുൾ ആവുന്നതിൻ്റെ കാരണം. മുൻവിധികളില്ലാതെ ജെനുവിനായിട്ട് ആത്മാർത്ഥമായിട്ടൊരു സ്ക്രിപ്റ്റിനെയും സിനിമയെയും സമീപിച്ചാൽ ഈ പറയുന്ന എല്ലാ ഞാൻ കമേഴ്ഷ്യൽ സിനിമയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജനങ്ങൾ കയറി കണ്ട സന്തോഷിച്ച് ആർപ്പ് വിളിച്ച് കൈയടിച്ചിറങ്ങിപ്പോരണം. അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ആത്മനിർവൃതിക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ഞാനിവിടെ മൂന്നാമതൊരാൾക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ആളാണ്, സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, കമേഴ്ഷ്യൽ സിനിമയിൽ ക്വാളിറ്റി വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. നമുക്കൊരു കാറ്റഗറൈസേഷൻ ഉണ്ടല്ലോ, ഇത് അവാർഡ് സിനിമ, അവാർഡ് കിട്ടുന്നതിന് മുമ്പേ ആൾക്കാർ തീരുമാനിക്കും ഇത് അവാർഡ് സിനിമയാണ്. അങ്ങനെ ഒരു വളരെ വിചിത്രമായിട്ടുള്ളൊരു ആചാരമുണ്ട് നമുക്ക്. ഇത് ഏതോ അവാർഡ് സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. അവാർഡ് കിട്ടി അത് ഷൂട്ടിംഗ് കഴിഞ്ഞാലേ അവാർഡ് കിട്ടുള്ളൂ, പിന്നെ അത് പക്ഷെ അതിനെ നമ്മൾ അവാർഡ് സിനിമ എന്ന് വിളിക്കും. അപ്പം സോ കോൾഡ് ഈ അവാർഡ് സിനിമ ബുജി സിനിമകൾ എന്ന് പറയുന്നത് ആൾക്ക് മനസ്സിലാവാത്ത സിനിമകൾ ഉണ്ടാക്കുന്ന ആൾക്കാരോട് എനിക്ക് പരമ പുച്ഛമാണുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന മലയാള സിനിമയുടെ കമേഴ്ഷ്യൽ സ്ട്രീമിൽ ക്വാളിറ്റി ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരോട് ഇത് തന്നെയാണ്. കാരണം മണ്ടത്തരമാണ് നമ്മൾ ചെയ്യുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു സിനിമ ചെയ്ത് ഓടി എന്നുള്ളൊരു അഹങ്കാരത്തിൽ പറയുകയല്ല, ഞാൻ ആസ് എ വ്യൂവർ ഒരു മലയാള സിനിമയുടെ പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് പറയുന്നു. നമ്മൾക്ക് കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് വേണ്ടത്, ജനങ്ങൾ കാണുന്ന സിനിമയാണ് വേണ്ടത്. അതിൽ ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയുള്ള തലമുറയിൽ ഞാനടക്കമുള്ള ആളുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓടുന്ന സിനിമകളിൽ ക്വാളിറ്റി കൊണ്ടുവരിക. ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഇപ്പോൾ എത്ര കാലം സിനിമ ചെയ്യാൻ പറ്റും എന്നൊന്നും ഉറപ്പില്ല എന്ന് സൂചിപ്പിച്ചു പോയി. എങ്കിലും പൂർണ്ണമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു നിലനിൽപ്പിനെ കുറിച്ചൊക്കെ ആഷിക്കിന് ആശങ്കയുണ്ടോ? എനിക്ക് നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ മനുഷ്യ സഹജമായിട്ടുള്ള ആശങ്കകളേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചല്ല, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയൊന്നുമില്ല. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ആൾക്കാരെ സംബന്ധിച്ചുള്ള മനുഷ്യ സഹജമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അല്ലാതെ ഞാൻ ഒരു ഇൻസെക്യൂരിറ്റിയും ഇല്ലാത്ത മനുഷ്യനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രൊഫഷണലി അർഹിക്കുന്ന അംഗീകാരം നല്ല പണി ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നല്ല പ്രതിഫലം നല്ല പണി ചെയ്താൽ കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്നേ ഉള്ളൂ. അത് നല്ലത് ചെയ്യാൻ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ജനങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാലേ അത് സംഭവിക്കുള്ളൂ. എങ്കിലും മാക്സിമം അവരുടെ സൈക്കോളജി മനസ്സിലാക്കാനുള്ള പണികൾ ചെയ്യുക. അല്ലെങ്കിൽ അവരിൽ ഒരാളായിട്ട് ജീവിച്ചാൽ അത് വളരെ സിമ്പിളായിട്ട് നടക്കും. നമ്മൾ മാളികപ്പുറത്ത് കയറിയാലേ പ്രശ്നമുള്ളൂ. നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ട് വേറിട്ട് പോയി ആകാശത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഇവരുടെ കൂടെ ഈ സാധാരണക്കാരനായിട്ട് ജീവിച്ചാൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. എല്ലാവരുമായിട്ടും എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ടും ഒരു ടച്ചിൽ നിന്ന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നും. അത് തന്നെ.